ഇപ്പൊ വർദ്ധിപ്പിച്ചല്ലേ ഉള്ളൂ 400 രൂപ. ഒറ്റയടിക്കല്ലേ 400 രൂപ വർദ്ധിപ്പിച്ചത്. പിന്നെ അതിന് മറുപടി പറയേണ്ട ആള് ഞാനല്ല, ധനകാര്യമന്ത്രിയോട് ചോദിക്കാതിരിക്കത്തില്ല. ഇപ്പൊ വർദ്ധിപ്പിച്ചല്ലേ ഉള്ളൂ 400 രൂപ. ഒറ്റയടിക്കല്ലേ 400 രൂപ വർദ്ധിപ്പിച്ചത്. പിന്നെ അതിന് മറുപടി പറയേണ്ട ആള് ഞാനല്ല, ധനകാര്യമന്ത്രിയോട് ചോദിക്കാതിരിക്കത്തില്ല. 5000 ആക്കുന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിൽ പ്രചരിക്കുന്ന കാര്യങ്ങൾ വെച്ച് പറയരുത്. അതെ, 2000 ആയിട്ടുണ്ട്. നമ്മൾ കാണേണ്ട ഒരു കാര്യമായി, കേരളം ഒരു കാലത്തും നേരിട്ടിട്ടില്ലാത്ത പ്രതികാര ബുദ്ധിയോട് കൂടിയിട്ടുള്ള സമീപനം കേന്ദ്രത്തിൽ നേരിട്ടൊരു കാലമാണ്. ഒടുവിൽ അതെല്ലാ മാധ്യമങ്ങളും അംഗീകരിച്ചല്ലോ. ഇപ്പോൾ ബജറ്റ് വന്നപ്പോൾ എല്ലാവരും എഡിറ്റോറിയൽ എഴുതി. അത് ഞാൻ അതിനെ എന്താ പറയുക, വളരെ പ്രധാനമായി കാണുകയും ചെയ്യുന്നു. സന്തോഷമുണ്ട് അതിൽ. കാരണം എന്താ അറിയോ, കഴിഞ്ഞ 5 വർഷം ഞങ്ങൾ ഒറ്റയ്ക്ക് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ സ്വരം ഒരു വനരോധനമായിട്ട് ഇങ്ങനെ അവശേഷിക്കുക, ഒറ്റപ്പെട്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ ഈ യൂണിയൻ ബജറ്റ് കൊണ്ടുണ്ടായ ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്ന് എല്ലാ മാധ്യമങ്ങളും അംഗീകരിക്കുകയും ശക്തമായി മാധ്യമങ്ങൾ അതിൽ പ്രതികരിക്കുകയും ചെയ്തു. എഡിറ്റോറിയൽ എഴുതി പ്രതികരിക്കുകയും ചെയ്തു. ആമമുട്ടയുടെ കഥയൊക്കെ നിങ്ങൾ തന്നെ നന്നായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അത്തരം ഒരു കാലത്താണ് 400 രൂപ ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ച് 2000 ആക്കിയത് എന്നുള്ളത് നമ്മൾ മറക്കരുത്. ഇത്രയും ശ്വാസം മുട്ടിക്കലിന് കേരളം വിധേയമായിട്ടുള്ളൊരു കാലത്താണ്. നമ്മുടെ ഡിവിസിബിൾ പൂളിൽ നിന്നുള്ള നികുതി വിഹിതം വെട്ടിക്കുറച്ചു. നമുക്ക് അനുവദിച്ച തുക തന്നെ യഥാസമയം നൽകാതെ, ഇപ്പം നെല്ല് സംഭരണം 2000 കോടിയോളം കിട്ടാനിരിക്കുകയാണ്, അനുമതി നൽകാതെ പിടിച്ചു വെച്ചു. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ധനകാര്യ കമ്മീഷന്റെ ഗ്രാന്റ് പിടിച്ചുവെച്ചു. അതൊരു ഭാഗത്ത്. നികുതി വിഹിതം വെട്ടിക്കുറച്ചത് വേറൊരു ഭാഗത്ത്. അതിനു പുറമെ വായ്പാ പരിധി വെട്ടിച്ചുരുക്കിയത്. വായ്പാ പരിധി കിഫ്ബി എടുത്ത വായ്പ റെട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ ബാധകമാക്കിയിട്ട് FRBM ആക്ട് പ്രകാരം നമുക്ക് ലഭ്യമായ GSDPയുടെ 3% പോലും അനുവദിക്കുന്നില്ല. എന്നാൽ കേന്ദ്രത്തിനോ ഈ 3% എന്നുള്ളത് അവർക്കും ബാധകമായ വ്യവസ്ഥയാണ്. അവർ 5% എടുക്കുകയാണ്. അവർക്കിതൊന്നും ബാധകമല്ല. സംസ്ഥാനത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കുക. കേരളത്തിന്റെ കാര്യം വന്നാൽ ഈ 3% തരുന്നില്ല. ഇത്രയും ഞെരുക്കത്തിനിടയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് ചെറിയ കാര്യമില്ല. ഈ ഗവൺമെന്റ് അല്ലായിരുന്നെങ്കിൽ പെൻഷന്റെ സ്ഥിതി എന്താകുമായിരുന്നു എന്ന് ആലോചിച്ചാൽ മതി. ഇത്രയും വലിയ ഞെരുക്കലൊന്നും ഇല്ലാതിരുന്നിട്ട് 18 മാസത്തെ കുടിശ്ശിക പണ്ടുണ്ടായിരുന്നു 10 കൊല്ലം മുമ്പ്. എന്താകുമായിരുന്നു എന്നുള്ളത് ആലോചിച്ചാൽ മതി. സർക്കാർ ജീവനക്കാർക്ക് കൊടുത്ത വാഗ്ദാനവും പാലിച്ചല്ലോ. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം ഇല്ലായിരുന്നു ധരിക്കുക. എന്നാൽ കേരളം എത്ര ഉയരത്തിലെത്തുമായിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കണം.